മരങ്ങൾ നമ്മൾ വെച്ചുപിടിപ്പിക്കേണ്ട ആവശ്യകതയെപ്പറ്റി എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ദൈവികമായ വൃക്ഷങ്ങൾ, അത് ആൽമരം, അതുപോലെ ഇലഞ്ഞി മരങ്ങൾ, ആര്യവേപ്പ്, അങ്ങനെ ഒത്തിരി മരങ്ങളുണ്ട്. നല്ല നല്ല എനർജി തരുന്ന നല്ല നല്ല ഒത്തിരി വൃക്ഷങ്ങളുണ്ട്, ദൈവിക കണത്തിൽപ്പെട്ട മരങ്ങൾ. അപ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യണത്? കൂടുതലും മരങ്ങൾ വെട്ടിക്കളയണം അല്ലേ? നമ്മൾ ഇല വീഴുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വെട്ടിക്കളയുന്നു. അതുപോലെ തന്നെ മുറ്റം മുഴുവനും കട്ട വിരിച്ചിട്ട് ടൈല് വിരിച്ചിട്ട് അടച്ച് കളയുന്നു. ഒരു തുള്ളി വെള്ളം പോലും കീഴോട്ടിറങ്ങില്ല. അല്ലെങ്കിൽ വെയിലടിച്ച് കഴിയുമ്പോൾ ചൂട് കൂടുന്നു. ഒരുപാട് വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ടൈലിങ്ങനെ മുറ്റത്ത് വിരിച്ചിട്ട് ഉള്ള ഒരു വിഷയങ്ങൾ. സംഗതി ഇപ്പം നമ്മൾ കൂടുതൽ നീറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്നു, കട്ട വിരിച്ചിട്ട് ഭംഗിയാക്കുന്നു. പക്ഷെ ചൂട് കൂടുന്നത് നമ്മൾ അറിയുന്നില്ല. പ്രത്യേകിച്ച് വേനൽക്കാലത്താണ്. ഈ വേനൽക്കാലം വരുമ്പോൾ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലും കട്ട വിരിക്കണമെന്നൊക്കെ ഐഡിയാസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഓരോ കൊല്ലവും വേണ്ടെന്ന് വെച്ചിട്ട് പോവുകയാണ്. കാരണം ഇവിടെ ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറാനായിട്ട് എനിക്കിഷ്ടമില്ല. അതുകൊണ്ടാണ്. ഇവിടെ ഈ മരം ഉള്ളതുകൊണ്ട് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെയും വലിയ വൃക്ഷം ഇവിടെ നിൽക്കുന്നുണ്ട്. വലിയ വൃക്ഷമാണ്, വീടിനേക്കാളും ഹൈറ്റ് ഉണ്ട് ഈ ഇലഞ്ഞി മരം. ഇത് ഇവിടെ ഈ ഉച്ച സമയത്ത്, നല്ല ഉച്ച സമയത്ത് ഞാൻ ഈ മരത്തിൻ്റെ അടിയിൽ ഇരിക്കുകയാണ്. ഇവിടെ ഒരു ചൂടുമില്ല. ഇവിടെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊള്ളും, ചുട്ടു പൊള്ളുന്ന ചൂടാണ്. ഇവിടെ ഇപ്പോഴും എനിക്ക് ഒരു ചൂടും തോന്നുന്നില്ല. വളരെ റിലാക്സേഷനിലായിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ചെടികൾ, നമ്മൾ ചെടികളും അതുപോലെ തന്നെ ഇങ്ങനെ വെച്ച് നമ്മളിത് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഈ ഒരു നല്ല എനർജി ഉള്ളൊരു ചെടിയാണത്. ഇത് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി വന്നൊരു ചെടിയാണ്. ചെറുപ്പം പേരെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത് വീട്ടിലുണ്ടായിരുന്നതാണ്. ഞാനത് കുറേ ചട്ടികളിലാക്കി പിടിപ്പിച്ചിട്ട് ഇങ്ങനെ കുറേ ചെടികൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നടുക്കാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇരുന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അത് അന്ന് ഇരുന്നാലേ അറിയാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മൾ ഈ വലിയ വലിയ വൃക്ഷങ്ങൾ, അതായത് ഈ നല്ല ഗാർഡനിലൊക്കെ പോകുമ്പോൾ ചില വൃക്ഷങ്ങളുടെ അടിയിലൊക്കെ ചെന്ന് ഇരിക്കുമ്പോൾ ഈ ഒരു സുഖം എനിക്ക് കിട്ടിയിട്ടുണ്ട് പണ്ട്. നമ്മൾ എവിടെയെങ്കിലും വല്ല ടൂറൊക്കെ പോകുമ്പോൾ ഈ ഫോറസ്റ്റ് ഏരിയയിലോട്ടൊക്കെ പോകുമ്പോൾ അവിടുത്തെ വൃക്ഷങ്ങളുടെ അടിയിൽ ഇതേ ഫീലിംഗ് കിട്ടാറുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ മരങ്ങളില്ല. കാടുകളിലൊക്കെ നിൽക്കുന്ന പോലത്തെ ഭയങ്കര പടവൃക്ഷങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഇവിടെ ആളുണ്ടെങ്കിൽ അത് എല്ലാവരും വെട്ടിക്കളയുകയാണ് ചെയ്യണത്. ബിൽഡിങ് പണിയാനായിട്ട് വെട്ടിക്കളയുന്നു. അതുപോലെ തന്നെ ഇതുപോലെ ഇല വീഴുന്നെന്ന് പറഞ്ഞിട്ട് മിക്കവാറും വൃക്ഷങ്ങൾ ആൾക്കാരെ വെട്ടിക്കളയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ഈ കോമ്പൗണ്ടിനകത്ത് ഒരുപാട് വൃക്ഷങ്ങൾ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പണ്ട് പാലക്കാട് സ്ഥിരം പോകുമായിരുന്നു. അപ്പോൾ പാലക്കാട് പോയി വരുമ്പോൾ ഇതുപോലെ അവിടെ നിന്ന് വൃക്ഷത്തൈകൾ ഒരുപാട് വാങ്ങിക്കൊണ്ടുവരും. എൻ്റെ പറമ്പിൽ മുഴുവനും ഞാൻ വൃക്ഷത്തൈകൾ ബാക്കിലോട്ടൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു കോമ്പൗണ്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 4 സൈഡിലും ഉണ്ടായിരുന്നു വൃക്ഷങ്ങൾ. അത് മഹാഗണി, അങ്ങനെ പല പല വൃക്ഷങ്ങൾ. അപ്പോൾ നല്ല ഈ പറമ്പിൽ ഒരു തുള്ളി വെയിൽ പോലും വീഴത്തില്ലായിരുന്നു. കംപ്ലീറ്റ് തണലായി. അപ്പോൾ ചൂടെന്ന് പറഞ്ഞ സാധനമേ ഈ കോമ്പൗണ്ടിൽ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഈ പലരും കംപ്ലയിൻറ്റ് പറഞ്ഞു തുടങ്ങി. ഇതിൻ്റെ ഇല അപ്പുറത്തേക്ക് കാറ്റിൽ അങ്ങോട്ടേക്ക് പറന്ന് ചെല്ലുന്നു, ഇല വീഴുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഭയങ്കര കംപ്ലയിൻ്റായി, പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരാളെ വിളിച്ചിട്ട് കംപ്ലീറ്റ് സൈഡിലുള്ള, അല്ലെങ്കിൽ എൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ സൈഡിൽ നിൽക്കുന്ന കംപ്ലീറ്റ് വൃക്ഷങ്ങളും വെട്ടി കളഞ്ഞു. പക്ഷേ അയാളോട് കൊണ്ടുപോയിക്കളാൻ പറഞ്ഞു വൃക്ഷം വെട്ടിയിട്ട്. അദ്ദേഹം വെട്ടി വന്ന് അയാൾക്ക് നല്ല ലോട്ടറി ആയിപ്പോയി. അയാൾക്ക് ഒരു ലോഡ് 2-3 ലോഡ് മരമാണ് വെട്ടിക്കൊണ്ടുപോയത്. പക്ഷെ ഉണ്ടായ ഒരു തമാശ എന്താ വെച്ചാൽ, ഈ ആളുകൾക്ക്, അപ്പുറത്തെ വീട്ടിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ആ മരം പോയി കഴിയുമ്പോൾ ഉണ്ടായ ആ ഒരു ചൂട്, അത് ആ അടുത്ത വേനൽക്കാലം വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അവരുടെ മേലെല്ലാം ഇങ്ങനെ ചൂട് കുരുക്കൾ പൊന്തുകയും ഭയങ്കര ഉഷ്ണം വന്നിട്ട് പാടുകൾ വരികയൊക്കെ ചെയ്യണ്ടായി. അപ്പോൾ ഈ മരം നിൽക്കുന്നതിൻ്റെ ഒരു വാല്യൂ, മരം എന്താണ് നമുക്ക് തരുന്നതെന്നുള്ളതിൻ്റെ ഒരു ഗുണം ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ നോക്കണം എന്താണ്, ഈ ഇല വന്ന് വീഴുന്നു. ഇതിപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവും. പല സ്ഥലങ്ങളിലുള്ള പ്രശ്നമാണ് ഈ ഇല വീഴുന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കൂടുമൊക്കെ തല്ലുപിടിക്കണത് അയൽവക്കക്കാർ. അപ്പോൾ അതോടിട്ട് എൻ്റെ പ്രശ്നം തീർന്നു. കാരണം ഞാനുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും എല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞു. കംപ്ലീറ്റ് സാധനങ്ങൾ ഞാൻ വെട്ടിക്കളഞ്ഞു. കാരണം നമുക്ക് ആൾക്കാരോട് തല്ലുപിടിക്കാനോ വഴക്കടിക്കാനോ താല്പര്യവും ഇല്ല, അതിനുള്ള നേരവും ഇല്ല. അപ്പോൾ പൈസ കുറച്ച് പോയാലും വേണ്ടില്ല, നമ്മൾ തന്നെ നട്ടുപിടിപ്പിച്ച മരങ്ങളാണ്, എല്ലാം വെട്ടി. ഇനിയിപ്പോൾ അധികം വൃക്ഷങ്ങളൊന്നും ഇല്ല പറമ്പിൽ.
പിന്നെ നിൽക്കുന്നത് മെയിനായിട്ട് ഈ ഒരു വൃക്ഷവും പിന്നെ അപ്പുറത്തൊരു മാവുണ്ട്, വലിയൊരു മാവുണ്ട്, രണ്ടെണ്ണം ഉള്ളത്. ഇത് വീടിൻ്റെ ഫ്രണ്ടിലാണ്, മറ്റെല്ലാം വീടിൻ്റെ ബാക്കിലായിരുന്നു. അപ്പോൾ വൃക്ഷങ്ങളോട് നമ്മൾ മലയാളികൾ കാണിക്കുന്ന ആ ഒരു അവഗണന, അതിനെപ്പറ്റി പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ പരമാവധി നിങ്ങൾക്ക് ഈ കോമ്പൗണ്ടിൽ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള മരങ്ങൾ നിങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ തന്നെ വേണം. അത് നമ്മുടെ എക്കോസിസ്റ്റത്തിന് നല്ലതാണ്, നമുക്ക് നല്ല ഓക്സിജൻ കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്കത് ഈ വേനൽക്കാലം ആകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇത്തിരി സുഖമായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കാനൊക്കെ ആയിട്ട് ഉള്ളൊരു സ്പേസ് നിങ്ങൾക്ക് അവിടെ കിട്ടുകയും ചെയ്യും. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.